ആഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് വാർഡുകളിൽ ജനങ്ങളുടെ പ്രതീക്ഷ? ജില്ലാ പഞ്ചായത്തിലേക്ക് വെള്ളത്തൂവലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ PA സജിയാണ്. അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തെല്ലാം? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ PA സജി. അദ്ദേഹം ഇക്കുറി നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വെള്ളത്തൂവൽ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുകൂടാതെ അദ്ദേഹം ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് എന്ന് മാത്രമല്ല, അടിമാലി SC കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. സ്വാഗതം സാർ. സാർ, വെള്ളത്തൂവൽ ഡിവിഷൻ ഈ തവണ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഒരു പുതിയ ഡിവിഷനാണ് അല്ലേ? തീർച്ചയായിട്ടും. സത്യത്തിൽ അങ്ങ് റെക്കോർഡോടെയാണ്, ഒരു സ്ഥലത്തിൽ ഒരു ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പുതിയ ഡിവിഷനിലെ ആദ്യത്തെ ഡിവിഷനിൽ തന്നെ വിജയിയായ ഒരാളാണ് അല്ലേ? അതെ. അക്കാര്യത്തിൽ അങ്ങേ അഭിനന്ദിക്കുന്നു. ആദ്യം തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഈ കുറി ജില്ലാ പഞ്ചായത്ത് UDF ചരിത്രപരമായ വിജയം എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേനേക്കാൾ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് രണ്ടായി ഒതുങ്ങിയിരുന്നു കഴിഞ്ഞ തവണ. അതിനൊക്കെ പകരം വീട്ടിക്കൊണ്ടാണ് ഏതാണ്ട് 10ഓളം പേർ അല്ലേ? എത്ര പേരാണ് കോൺഗ്രസ് UDF മൊത്തം 14 പേര്. 14 പേരാണ്. അതിൽ കോൺഗ്രസിന് മാത്രം 10 സീറ്റ്. 10 സീറ്റ്, 4 സീറ്റ് കേരള കോൺഗ്രസ്. അപ്പോൾ മൊത്തത്തിൽ 17 സീറ്റല്ലേ ഇപ്പോൾ ഉള്ളത്? അതെ, 17 സീറ്റിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സീറ്റാണ് LDF-നുള്ളൂ. അതെ. കഴിഞ്ഞ തവണ CPM-ന് ഏതാണ്ട് LDF-ന് CPI-ക്കും CPM-നും കൂടി 10 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ M-നും ഉണ്ടായിരുന്നു സീറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് ജെയ്ക്കായിരുന്നു കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് അല്ലേ? 4 സീറ്റോളം ഉണ്ടായിരുന്നു. 2 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ജെയ്ക്കും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പോലും ഇരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഈ തവണ അതിനൊക്കെ പകരം വീട്ടിയോ? എങ്ങനെയായിരുന്നു അതിൻ്റെ പിന്നിലെ നിങ്ങളുടെ ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം എന്തായിരുന്നു? വിജയത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളെ ഏറ്റെടുത്തു. അതായത് നിലവിലുള്ള ഈ സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധം അത് വളരെ നന്നായി അലയടിച്ചു. അത് കേരളത്തിൽ മൊത്തത്തിൽ അലയടിച്ചല്ലോ. അതിൻ്റെ ഒരു ഗുണം അവിടെയും കിട്ടിയതാണ്. തീർച്ചയായിട്ടും കിട്ടി. ഇടുക്കിയിലും കിട്ടി. ഈ വെള്ളത്തൂവൽ പൊതുവെ ഏതൊക്കെ പഞ്ചായത്തുകളുടെ വാർഡുകൾ കൂടിച്ചേർന്നാണ് ഈ ഡിവിഷൻ രൂപീകരിച്ചത്? അതായത് വെള്ളത്തൂവൽ പഞ്ചായത്തിൻ്റെ 5 വാർഡും കൊന്നത്തടി പഞ്ചായത്തിൻ്റെ 19 വാർഡും കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ 12 വാർഡും ചേർത്തുള്ള ഡിവിഷനാണ് വെള്ളത്തൂവൽ ഡിവിഷൻ. വെള്ളത്തൂവൽ പഞ്ചായത്തിൽ മൊത്തത്തിൽ 18 വാർഡുകളാണുള്ളത്. അതിൽ 5 വാർഡുകളാണ്. കഞ്ഞിക്കുഴിയിലോ? കഞ്ഞിക്കുഴി മൊത്തത്തിൽ 18 വാർഡ്. വെള്ളത്തൂവൽ പോലെ. അതിൽ 12 വാർഡിലാണ് എൻ്റെ ഡിവിഷൻ വാർഡ് ചെയ്തതാണ്. അപ്പോൾ കൊന്നത്തടി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? എന്നിട്ടും അറിയപ്പെടുന്ന വെള്ളത്തൂവൽ ഡിവിഷൻ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അല്ലേ? അതിനെ കൊന്നത്തടി ഡിവിഷൻ എന്ന് വിളിച്ചില്ല. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പൊതുവെ കേരളത്തിൽ ഉണ്ടായ ഒരു UDF അനുകൂല തരംഗം അങ്ങയുടെ വാർഡിലും ഉണ്ടായി എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായും. പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്? പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ആ ഡിവിഷനിൽപ്പെട്ട ഒരാളായിരുന്നില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥി ആ ഡിവിഷനിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തുടക്കത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല പ്രതീക്ഷയായി. എനിക്ക് അത്രമേൽ പരിചയമില്ലാത്ത ഒരു പ്രദേശമായതുകൊണ്ട് പ്രദേശത്തെ പരിചയമുണ്ടെങ്കിൽ പോലും ജനങ്ങളുമായിട്ട് അത്രമാത്രം അടുപ്പം ഇല്ലായിരുന്ന ഒരു മേഖലയായിരുന്നു. അങ്ങയുടെ പേര് തുടക്കത്തിലേ കോൺഗ്രസ് പാർട്ടിയാകുമ്പോൾ, പ്രത്യേകിച്ച് UDF കോൺഗ്രസിനകത്തൊക്കെ ഒരു പേര് ഡിവിഷനിലേക്ക് നിശ്ചയിച്ച് വരുമ്പോൾ പലപ്പോഴും എതിർ ശബ്ദങ്ങൾ, വിമത സ്ഥാനാർത്ഥികൾ, ഇങ്ങനെയൊക്കെയുള്ള ശല്യം അങ്ങയുടെ വാർഡിൽ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല ഇല്ലേ? ഇല്ല. അങ്ങനെ ഒരു എതിർ സ്വരം പോലും ഉണ്ടാകാതെ ഏകകണ്ഠമായി അങ്ങയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു? ഏകകണ്ഠമായിരുന്നില്ല. മറ്റ് കോൺഗ്രസിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട 3 പേര് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ
പ്രത്യേകിച്ച് ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു മുന്തിയ പരിഗണന പാർട്ടി എനിക്ക് നൽകി. അപ്പോൾ മറ്റ് എതിർ ശബ്ദങ്ങളെയൊക്കെ ഒരു സമവായത്തിലൂടെ സമന്വയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു അല്ലേ? പിന്നീട് അവർ എതിർ ശബ്ദവുമായി രംഗത്തൊന്നും വന്നില്ല. അപ്പോൾ ഈ അടിമാലിയിൽ അങ്ങയുടെ സുഹൃത്ത് ശ്രീ TS സിദ്ദീഖ് മത്സരിച്ച മണ്ഡലമാണല്ലോ അടിമാലി. അടിമാലിയിൽ അറിയപ്പെടുന്ന ഒരു വിമത കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം വല്ലാത്ത തലവേദനയായി മാറിയിരുന്നു സിദ്ദീഖിന്. അങ്ങേക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല? എനിക്ക് അങ്ങനെ ഉണ്ടായില്ല. ഇല്ല. അതൊരു വലിയ വിജയത്തിലേക്ക് എത്താം അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് ഓരോ വാതിലുകളും തുറന്നു തരികയും ഞാൻ ചെല്ലുന്നിടത്തെല്ലാം നല്ല ജനങ്ങളുമായിട്ട് നല്ല ഒരു അടുപ്പമുണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ ജനങ്ങൾ എന്നെ വല്ലാതെ ഏറ്റെടുത്തു. അത് ഒരർത്ഥത്തിൽ അങ്ങ് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ വെള്ളത്തുവൽ പഞ്ചായത്ത് LDF ഭരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് കൊന്നത്തടി പഞ്ചായത്ത് LDF ഭരിക്കുന്നു. ആകപ്പാടെ ആശ്വാസം അങ്ങേക്ക് ഉണ്ടാകുന്നു എന്ന് അങ്ങ് വിചാരിക്കുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. അവിടെ കഴിഞ്ഞ തവണ UDF ആയിരുന്നു അല്ലേ? അപ്പൊ അവിടെ നിന്നാണ്. അപ്പൊ അങ്ങനെ ഈ LDF-നെ മറികടന്ന് ഈ രണ്ട് പഞ്ചായത്തുകളെയും മറികടന്ന് അങ്ങ് വിജയിച്ചേക്കും എന്ന് തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. തീർച്ചയായിട്ടും മനസ്സിലായി. ഓരോ ദിവസം ചെല്ലുന്നൊരു ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഈ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ഏരിയ വലിയ ഏരിയ ആണല്ലോ. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഒരു MLA സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുന്ന അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങ് ഓടിയെത്തിയ എല്ലാ മണ്ഡലങ്ങളിലൂടെയും അല്ലെങ്കിൽ എല്ലാ വാർഡുകളിലേക്കും ഓടിയെത്താൻ കഴിഞ്ഞു. എല്ലാ അതായത് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഞാൻ 4-5 പ്രാവശ്യം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളെ നേരിൽ കാണാനും വോട്ട് അഭ്യർത്ഥിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ? സാധാരണ ഒരു ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിക്കാൻ 10-20 ലക്ഷം രൂപ വേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങനെ സാമ്പത്തികമായി സ്ഥാനാർത്ഥികളെ സഹായിക്കുന്ന പാർട്ടി അല്ലല്ലോ. അല്ല. പിന്നെ എങ്ങനെ കഴിഞ്ഞു? അത് ജനങ്ങളുടെ സഹായം ഉണ്ടായി. അപ്പോൾ തന്നെയല്ല, ഇത്രയും ഭാരിച്ചൊരു തുകയൊന്നും അങ്ങേക്ക് ചെലവഴിക്കേണ്ടി വന്നു കാണില്ല ഇല്ലേ? ഒരിക്കലും വന്നു കാണില്ല. ആളുകൾ സഹായിക്കുകയും പോസ്റ്റ് ഒട്ടിക്കാനും അതുപോലെ തന്നെ മറ്റ് പല രീതിയിൽ ആളുകളുടെ ഈ മനുഷ്യവിഭവശേഷി തന്നെ അതിന് കൂടുതൽ ഉപയോഗിച്ചു അല്ലേ? അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ അത്ര ആത്മാർത്ഥമായി അങ്ങോടൊപ്പം നിന്നോ? കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDF-ന്റെ ഘടകകക്ഷികൾ മൊത്തം എന്നോടൊപ്പം. ലീഗൊക്കെ എങ്ങനെയായിരുന്നു അങ്ങോട്ട് കാണിച്ചത്? തീർച്ചയായും നല്ല അടുപ്പമായിരുന്നു. അവരുടെ ആളുകളൊക്കെ അംഗമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നല്ല സമീപനം. ഞാൻ ഈ വാർഡിലേക്ക്, ഈ ഡിവിഷനിലേക്ക് ഇറങ്ങി കാലുകുത്തിയ ശേഷം എനിക്കൊരു എതിർ ശബ്ദം ഉണ്ടായില്ല. എല്ലാം നമുക്ക് 1 by 1 ആയിട്ട് അനുകൂലമായ ഘടകങ്ങളാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വിജയത്തിലേക്ക് അടുക്കുകയാണെന്ന തോന്നൽ വന്നിരുന്നു. എന്നെ അവിടെ ജയിക്കുന്നതിന് മുമ്പ് എന്നെ മെമ്പറേന്ന് വിളിച്ചു കഴിഞ്ഞു. ആളുകൾ വിളിച്ചു കഴിഞ്ഞാൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു? എനിക്ക് 2146 വോട്ടിന് ഭൂരിപക്ഷം. തദ്ദേശവാസിയായ ഒരു എതിർ സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ട് അല്ലേ അത്രയും വോട്ട് നേടുക എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യം അല്ലേ? അങ്ങ് കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ തന്നെയല്ലേ മത്സരിച്ചത്? അതെ, കൈപ്പത്തി അല്ലേ? സ്വതന്ത്ര ചിഹ്നമൊന്നും അല്ലല്ലോ, ഈ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിച്ചത്. വളരെ വർഷങ്ങളായി അങ്ങ് പൊതു രംഗത്തുണ്ടല്ലോ, പല രംഗങ്ങളിൽ. അങ്ങ് ഏതെല്ലാം രംഗങ്ങളിലാണ് ഇപ്പോൾ ഞാൻ അങ്ങയെ ഈ പട്ടികജാതി ഈ വിഭാഗത്തിൻ്റെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പരിചയപ്പെടുത്തി. അത് കൂടാതെ അങ്ങ് വേറെ ഒട്ടേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണ്? പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ഞാൻ അടിമാലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ 5 വർഷം ബോർഡ് മെമ്പറായിരുന്നിട്ട് CN സോമരാജൻ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ദേവികുളം താലൂക്ക് വ്യാപാരി വ്യവസായി കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ 10 വർഷം തുടർച്ചയായിട്ട് ബോർഡ് മെമ്പറായിരുന്നു. അപ്പോൾ ഒരു നിസ്സാര കാര്യമല്ല ഇതൊക്കെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ഈ അടിമാലിയിൽ ശക്തമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ആളാണ് അല്ലേ? ഇപ്പൊ അത് കൂടാതെ താങ്കൾ മറ്റെന്തോ ജോലി ചെയ്യുന്നുണ്ടല്ലോ? ഞാൻ അടിമാലി കോടതിയിൽ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു കഴിഞ്ഞ 36 വർഷമായിട്ട്. കഴിഞ്ഞ 36 വർഷമായിട്ട് അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു അല്ലേ? അതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല, വലിയൊരു കാര്യമാണ്. ആ ഒരു പ്രധാന പങ്ക് നമ്മുടെ ഏണിങ്സ് അവിടെ നിന്നാണ് അല്ലേ? ജീവിതത്തിന്റെ എണ്ണറ്റം കൂട്ടി പോകുന്നത് അങ്ങനെ ഒരു അധ്വാനത്തിന്റെ ഭാഗമാണ്. ഈ ജോലി തുടരാൻ കഴിയുമോ? ഇനി ജോലി നമ്മൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ സമയം കിട്ടുമ്പോൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നിന്നും ജനങ്ങളെ സേവിക്കുവാനുള്ള സമയത്തിനിടയിൽ നമ്മുടെ ഓഫീസുമായിട്ട് ഇടയ്ക്ക് വന്നു പോകും. അപ്പോൾ ഒരു പൊതു ജനപ്രവർത്തകൻ എന്നതിൽ നിന്ന് കുറേ കൂടി വ്യത്യാസമുണ്ട് പൊതുപ്രവർത്തകനാണെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്നുള്ളത്
ഈ ജില്ലാ പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി മാറുക, അങ്ങ് ഒരു പഞ്ചായത്തിന്റെ ജനപ്രതിനിധി പോലും ഇതിനു മുമ്പായിട്ടില്ല. മറ്റ് ഇതൊക്കെ ആയിട്ടുണ്ട്, ബാങ്കിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്തിലേക്കൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. ഒട്ടേറെ അവസരങ്ങൾ ബ്ലോക്കിലേക്കൊക്കെ വന്നെങ്കിലും അതിലൊന്നും ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ നേരിട്ട് ജില്ലാ പഞ്ചായത്തിലേക്കാണ് വന്നത്. അങ്ങ് അത് സത്യത്തിൽ ആ ഉത്തരവാദിത്തം അലോസരപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ഞാനത് ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു. ജനങ്ങളെ സേവിക്കുവാനുള്ള എൻ്റെ ഒരു അവസരം, അത് ഞാൻ നന്നായി ഉപയോഗിക്കും. ജനങ്ങളോടൊപ്പം നിന്ന് അത് ഉപയോഗിക്കും. എന്തായിരിക്കും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇപ്പോൾ അങ്ങയുടെ ഒരു വിഷൻ എന്താണ് അങ്ങയുടെ മനസ്സിലുള്ളത്? എന്തൊക്കെ ചെയ്യണമെന്നാണ്? അതായത് 36 വാർഡാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആ 36 വാർഡിൽ ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ ഉള്ള ആളുകളെ വിളിച്ച് അല്ലെങ്കിൽ നേരിൽ കണ്ട് അവരിൽ നിന്നും അവരുടെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രദേശത്ത് അതാത് പ്രദേശങ്ങളിൽ എന്തെല്ലാമാണ് അടിയന്തരമായി ഉള്ളത് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ 36 വാർഡെന്ന് അങ്ങ് സൂചിപ്പിച്ചല്ലോ, 36 വാർഡുകളിലൂടെ അങ്ങ് സഞ്ചരിച്ചു, അവിടെ ജനങ്ങളെ കണ്ടു. അവരുടെ ദൈനംദിന ജീവിത പ്രയാസങ്ങൾ നേരിട്ട് മനസ്സിലാക്കി. അത് റോഡായിട്ട്, വെള്ളമായിട്ട്, ഒപ്പം തന്നെ അല്ലെങ്കിൽ ഗതാഗത പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് ഹൈ റേഞ്ചിൽ അങ്ങേക്കറിയാവുന്നത് പോലെ റെഡ് സോൺ ഉള്ള പ്രദേശങ്ങൾ, നിർമ്മാണ നിരോധന പ്രദേശങ്ങൾ, വെള്ളത്തൂരിലൊക്കെ അത് ബാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഒട്ടേറെ പട്ടയ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നമ്മുടെ ജനങ്ങളുമായി പ്രത്യക്ഷമായി ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഹൈ റേഞ്ചിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടൊക്കെ പലപ്പോഴും ബന്ധപ്പെടേണ്ടി വരും, കലഹിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് ഒരു സമരവീര്യത്തോടെ ഇറങ്ങി പുറപ്പെടാൻ അങ്ങ് തയ്യാറാണ്? തീർച്ചയായിട്ടും. അത് നമ്മുടെ ഇവിടുത്തെ കാര്യം അറിയാം. ഇതൊരു അങ്ങയുടെ ഡിവിഷനുമായി ബന്ധപ്പെട്ടതല്ല, പക്ഷെ അങ്ങയുടെ ഡിവിഷനിലേക്കുള്ള ഒരു പ്രധാന വഴിയാണല്ലോ വാളറയിൽ നിന്ന് നമ്മുടെ നേര്യമംഗലം വാളറ വഴി. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ദിവസമായ ഇന്നലെ പോലും മണിക്കൂറുകൾ ക്യൂ ആയിരുന്നു. ഏതോ വാഹനങ്ങൾക്ക് അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേര്യമംഗലം പാലത്തിൽ പോലും മണിക്കൂറുകൾ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ രോഗിയുമായി പോയ ഒരു ആംബുലൻസ് എത്ര നേരമാണ് കുടുങ്ങിയതെന്ന് പറയാനാവില്ല, അതുപോലെ കുടുങ്ങി. ആ സമയത്ത് പാലത്തിൽ ഞാനുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് കോടതിയിൽ പലതരം വ്യവഹാരങ്ങളുടെ ഫലമായി അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ സത്യത്തിൽ ഈ 17 വാർഡുകളുടെയും പ്രശ്നം പരിഹരിക്കേണ്ട ആളാണ്. അല്ലാതെ ഒരു വാർഡിലെ മാത്രം പോരാ, 17 വാർഡുകളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാം. അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും കൂടി അങ്ങയുടെ ശ്രദ്ധ പതിയില്ലേ? തീർച്ചയായിട്ടും. ഇതുവരെ നടന്ന സംഭവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ റോഡിൻ്റെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട്. റോഡിൻ്റെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന എന്ത് കാര്യമാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതായത് നേര്യമംഗലം തൊട്ട് വാളറ വരെയുള്ള റോഡ് 14.5 കിലോമീറ്റർ റോഡിന്റെ പണി ഇപ്പോൾ നടക്കുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ അവസാനം ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇത് റവന്യൂ ഭൂമിയായുള്ള വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിക്കണമെന്നാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് അത് പലകുറി നീട്ടിവെക്കപ്പെട്ടു. ഇനി അത് നീട്ടിവെക്കപ്പെടാൻ പാടില്ല. കാരണം എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി നടക്കണം. കാരണം ഇപ്പോൾ വല്ലാത്ത ഗട്ടറായിട്ട് റോഡ് വല്ലാതെ കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ കാര്യത്തിലൊക്കെയുള്ള ശ്രദ്ധ പതിയില്ല എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും പതിയും. ജില്ലാ പഞ്ചായത്തിൻ്റെ സത്വര ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കാനും കമ്മിറ്റിയിൽ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം നിൽക്കാനും ഒക്കെ അങ്ങേ കഴിയില്ല. ഈ വനിതാ റിസർവേഷനിലേക്ക് മാറുമ്പോൾ ആര് പ്രസിഡന്റ് ആവുമെന്നാണ് കോൺഗ്രസ് പാർട്ടി? കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി ആവുമല്ലോ പ്രസിഡന്റ്. അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 10 മെമ്പർമാരുണ്ടായിട്ടും കോൺഗ്രസിന്റെ ആ ഒരാൾക്ക്? അത് ഘടകകക്ഷി എന്നുള്ളതിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ പിന്നെ സ്റ്റേറ്റ് തലത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഓരോ ജില്ലകളിലുള്ള വീതം വെച്ച് വരുമ്പോൾ അവർക്ക് അർഹമായ ഇത് എവിടെ ഇടുക്കി ജില്ലയാണ് നിശ്ചയിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവരായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കോട്ടയത്തും സാധ്യതയുണ്ടല്ലോ. കോട്ടയത്ത് അവിടെ കോൺഗ്രസിനെ പരിഗണിച്ചതാണ് എനിക്കറിയാൻ കഴിയും. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ തവണയും
4 സീറ്റ് ഉണ്ടായിരുന്നതാണ് കേരള കോൺഗ്രസ് ജയിക്കുക ഇല്ലേ? കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നതാണ്. ഇത്തവണ കോൺഗ്രസ് ഏതായാലും അതിനൊക്കെ പകരം വീട്ടിക്കൊണ്ടാണ് അല്ലേ 10 സീറ്റ് പിടിച്ചത്. ഈ റിസർവേഷനുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ കാര്യം 92-ലെ പഞ്ചായത്തി രാജ് നിയമവും 93-ലാണ് നടപ്പാകുന്നത്. അങ്ങേക്കറിയാലോ നടപ്പാകുന്നതൊക്കെ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ റിസർവേഷൻ, ഈ വനിതാ റിസർവേഷനൊക്കെ പൂർണ്ണമായി നടപ്പാകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതെ അല്ലേ? അങ്ങയുടെ അഭിപ്രായം എന്താണ് ഇതിനെ സംബന്ധിച്ച്? അല്ല, അതിപ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു വിരുദ്ധമായ അഭിപ്രായം ഒന്നും പറയാൻ, കാരണം അതൊരു നിയമമാണല്ലോ. അത് നിയമം അവരെ നമ്മൾ സ്ത്രീകൾക്ക് കിട്ടേണ്ട അർഹമായ അംഗീകാരം അവർക്ക് കിട്ടണം. അവർ കാലങ്ങളായിട്ട് മുറവിളി കൂട്ടുന്ന. തന്നെയല്ല, നമുക്കൊരു സ്ത്രീപക്ഷ ബഹുമാനമുള്ള ഒരു പാർട്ടിയിലാണ് അങ്ങും നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനകത്ത് ഒരു പ്രശ്നം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത്, അതിന് എതിരല്ല നമ്മൾ പറയാൻ പോകുന്ന ഒരിക്കലും സ്ത്രീ വിരുദ്ധമായ കാര്യമല്ല ഒരിക്കലും. അല്ലാതെ തീർച്ചയായിട്ടും റിസർവേഷൻ അവർക്ക് ആവശ്യമാണ്, അവർ രംഗത്തേക്ക് കടന്നു വരുന്നു. പലപ്പോഴും ഇപ്പോൾ 10-14 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ പകുതി സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടത് കൂടാതെ ജനറൽ സീറ്റിലേക്ക് അവർ മത്സരിക്കുന്നുണ്ട്. അവർക്ക് അവകാശമുണ്ട് മത്സരിക്കാൻ, തീർച്ചയായിട്ടും അല്ലേ? ചില പഞ്ചായത്തൊക്കെ 10-11 വാർഡുകളിലേക്ക് ലേഡീസ് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് അല്ലേ? അത് ഒരുപക്ഷെ ഈ ആണുങ്ങൾ വന്നാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾ നടക്കൂ എന്ന നമ്മുടെ ഒരു പരമ്പരാഗത ചിന്ത മാറ്റേണ്ടതല്ലേ? തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും ലേഡീസിന് അതിന് കഴിയും. അവർ തീർച്ചയായിട്ടും സമൂഹ മധ്യത്തിൽ അല്ലേ ജനങ്ങളോടൊപ്പം നിന്ന് മത്സരിക്കേണ്ടവരാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും യാതൊരു വ്യത്യാസങ്ങളുമില്ല. ഈ നമുക്ക് ഈ പട്ടികജാതി വിഭാഗത്തിൽ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലുള്ള റിസർവേഷൻ സീറ്റ് ഈ 17 ജില്ലാ പഞ്ചായത്തിലേക്ക് 1 മാത്രമേ അല്ല 2 ഉണ്ട്. ഒന്ന് എവിടെ നിന്നായിരിക്കും? ഒന്ന് എൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന മണിമേഖല കുമളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരി. ഈ കണ്ടമാനം ഗോത്രവർഗ വിഭാഗക്കാർ താമസിക്കുന്ന ഒരു ജില്ലയാണല്ലോ ഇടുക്കി ജില്ല. ഒരുപക്ഷെ വയനാട് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ജനസംഖ്യയിൽ അവരുണ്ട്, ഇടുക്കിയിലുണ്ട്. ഒത്തിരി വിഭാഗത്തിൽ ഭിന്നമായ ഒത്തിരി മേഖലകളിൽ അവർ താമസിക്കുന്നുണ്ട്. ആ വിഭാഗത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് റിസർവേഷൻ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ, ഇത്തവണ ഉണ്ടായിരുന്നു. മറയൂർ മേഖലയിൽ നിന്നാണ്. അത് ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 17 ഡിവിഷനിൽ നിന്ന്, വാർഡുകളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുക. നാളെ മുതൽ ഭരണം UDFന്റെ കയ്യിലേക്ക് വരിക ഇല്ലേ? അങ്ങയുടെ വാർഡിൽ ഇന്നൊക്കെ ചെയ്യണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ഒരു വിഷൻ, അങ്ങേക്ക് ഇത്രയും നാളത്തെ ഒരു പരിചയമുണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ എന്തൊക്കെ ചെയ്യണം പൊതുവെ എന്ന് ആകെ കൂടി അങ്ങ് കരുതുന്നത് എന്തൊക്കെയാണ്? പൊതുവെ ജില്ലയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഡിവിഷനിൽ ഉള്ള വാർഡുകളിൽ പല സ്ഥലത്തും വളരെ ദയനീയമായ അവസ്ഥയുള്ള വാർഡുകളുണ്ട്. അത് റോഡാണ് പരമപ്രധാനമായിട്ടും അവരുടെ ഒരു ആവശ്യം. റോഡ് 2 സൈഡിലും 6-7 കിലോമീറ്റർ ആനക്കാട്ടിലൂടെ സഞ്ചരിച്ച് എത്തപ്പെടുന്ന സ്ഥലമുണ്ട്. അതായത് കഞ്ഞിക്കുഴിയിലെ പിന്നെ നമ്മുടെ മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ളൊരു, അതായത് കഞ്ഞിക്കുഴി കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോകുമ്പോൾ വെൺമണിക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ മക്കുവള്ളിയിൽ നിന്ന് തിരിഞ്ഞു കയറി പോകുന്ന ഒരു സ്ഥലം. അത് സത്യത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. കാരണം അവിടെ എന്നെ ആ വാർഡിലെ ജയിച്ചു വന്ന ഉടൻ തന്നെ ആ വാർഡിലെ മെമ്പർ എന്നെ കാറ് വേറെ സൈഡിൽ ഒതുക്കിയിട്ട് ജീപ്പിലാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ജീപ്പിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എങ്ങനെ അവിടെ അത്രമാത്രം എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു. കാരണം അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ മനോഹരമായ പ്രദേശം, നെൽപ്പാടങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഏലത്തോട്ടം, അങ്ങനെ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന വീടുകൾ. ഇവരെങ്ങനെ അത് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. ഈ ജീപ്പിൽ പോകുമ്പോൾ തന്നെ ദുർഘടമായ വഴി, ഒരിക്കലും അതിലെ നടന്നു പോകാൻ ഭയപ്പെട്ടാണ് ജീപ്പിനകത്ത് ഇരുന്നത്. പക്ഷെ അങ്ങനെയുള്ള പ്രദേശം അവരുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത് വേറൊന്നും ചെയ്തു തന്നില്ലെങ്കിൽ റോഡ് അങ്ങോട്ട് ഗതാഗത സംവിധാനം യോഗ്യമാക്കുക, അതൊറ്റ ആവശ്യമാണ് പ്രധാനമായിട്ടും നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ അവിടെ മാത്രമല്ല, പല ഈ കൊന്നത്തടിയിലായാലും വെള്ളത്തൂരിലായാലും ഈ 3 പഞ്ചായത്ത് ചേരുന്ന ഈ എൻ്റെ ഡിവിഷനിൽ ഞാൻ ആദ്യം പ്രധാനമായിട്ടും ആളുകൾ പറയുന്ന ഒരാവശ്യം റോഡ്. ആ റോഡിൻ്റെ മുഖ്യ ഇതാണ് അവർ സംസാരിക്കുന്നത്. അങ്ങൊരു ജില്ലാ പഞ്ചായത്ത് അംഗമാണല്ലോ, തീർച്ചയായിട്ടും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത്
പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തും കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് അർഹമായ ഫണ്ട് എവിടെ നിന്നൊക്കെ കിട്ടുമോ ആ ഫണ്ടുകളൊക്കെ വാങ്ങിച്ചെടുത്ത് ഈ ജനങ്ങളുടെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീർച്ചയായിട്ടും അങ്ങ് ഒരു പ്രശ്നം അതാണ്, ഗതാഗതമാണ്. പിന്നെ ഈ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഒത്തിരി ആളുകൾക്ക് പട്ടയ പ്രശ്നങ്ങളുണ്ട്, നിർമ്മാണ നിരോധനം നേരിടുന്നുണ്ട് അല്ലേ. ഇവിടെ റെഡ് സോൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രീൻ സോൺ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊന്നും പലപ്പോഴും പല നിർമ്മാണങ്ങൾ നടക്കുകയില്ല. സാധാരണക്കാർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഈ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി. അപ്പോൾ അതൊക്കെ നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് അങ്ങും കൂടി. അപ്പോൾ അത്തരം ജനങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യാനൊക്കെ തയ്യാറാവും. നമ്മൾ പിന്നെ പൊതുരംഗത്ത് രാഷ്ട്രീയ രംഗത്തൊക്കെ വന്നത് അതിൻ്റെ പാർട്ടി ഇടുന്ന എല്ലാ സമരമുഖങ്ങളും ഞാനുണ്ട്. കഴിയുന്നതും ഞാൻ അതിൽ പങ്കെടുത്തു വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനപ്രതിനിധി എന്നുള്ള നിലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ കഴിയുന്നത്ര രീതിയിൽ ഞാൻ അവരുമായിട്ട് അവരാവശ്യങ്ങൾക്കായിട്ട് ഉണ്ടാവും. ഈ വെള്ളത്തോൽ പഞ്ചായത്തിൻ്റെ 5 വാർഡുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ പ്രദേശങ്ങളാണ്? എല്ലക്കല്ല് പെടുന്നുണ്ടോ? എല്ലക്കല്ല് വരുന്നില്ല. ഏതൊക്കെ പ്രദേശങ്ങളാണ് ഈ പെടുന്നത്? വെള്ളത്തോൾ ടൗൺ പെടുന്നുണ്ടോ? വെള്ളത്തോൾ ടൗൺ വരും. പിന്നെ ഇങ്ങോട്ട് പോന്നാൽ തോട്ടാപ്പുര കല്ലാറുട്ടി ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ വരും. ഓക്കെ. അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ, അപ്പോൾ ഈ കല്ലാറുട്ടി വരുന്നത് അങ്ങനെ അറിയാവുന്ന പോലെ 1000 ഏക്കർ വരെ വരും. 1000 ഏക്കർ വരെ വരുന്നുണ്ട്. 1000 ഏക്കർ, കത്തിപ്പാറ, കുടുക്കാ സിറ്റി, അവിടെല്ലാം കയറി. അപ്പോൾ നമ്മുടെ ലോക ഭൂപടത്തിൽ തന്നെ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ വല്ലാതെ ശക്തമായി അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലമാണല്ലോ മൂന്നാർ. മൂന്നാർ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആനച്ചാൽ, ചെങ്കുളം, പ്രത്യേകിച്ച് വെള്ളത്തോൽ പഞ്ചായത്തിൻ്റെ ചില പ്രദേശങ്ങൾ വീണ്ടും ടൂറിസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ഹൈഡൽ ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെങ്കുളം പവർ ഹൗസ്, കല്ലാർകുട്ടി പവർ ഹൗസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഈ വിനോദ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന് വലിയ ഫണ്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ഡിവിഷനിലേക്ക് ഈ കല്ലാർകുട്ടി ഡാം ഒക്കെ കടന്നു വരും. അതൊക്കെ കടന്നു വരുമ്പോൾ ഈ ടൂറിസത്തിന് വലിയ പ്രസക്തി ഉണ്ട്. കൊന്നത്തടിയിലും ഉണ്ട്. കാരണം കൊന്നത്തടിയിലും ചില പ്രദേശങ്ങൾ വളരെ മനോഹരമായ പ്രദേശങ്ങളുണ്ട്. കഞ്ഞിക്കുഴിക്കും ഉണ്ട് ആ ഒരു സൗഭാഗ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു വികേന്ദ്രീകരണം, പ്രത്യേകിച്ച് ഇവിടെ മൂന്നാറിൽ നിന്ന് കുറച്ചും കൂടി ചിതറിപ്പോകുന്ന, അത് നല്ലതുമാണ്. പല പ്രദേശങ്ങളിലേക്ക് ആളുകൾ വരട്ടെ. അപ്പൊ ഇന്നൊക്കെ ശ്വാസം മുട്ടുകയാണ് മൂന്നാർ. ആനച്ചാൽ മൂന്നാറൊക്കെ ഇന്ന് ശ്വാസം മുട്ടി നിൽക്കുകയാണ്. കാരണം വണ്ടികൾ മുഴുവൻ ബ്ലോക്കാണ്. അപ്പൊ കുറച്ച് ആളുകളൊക്കെ അങ്ങോട്ട് ചിതറിപ്പോകാവുന്ന ഒരു കൊന്നത്തടി പഞ്ചായത്തിലൊക്കെ, അല്ല ഈ കൊന്നത്തടി പഞ്ചായത്തിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിലും വളരെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് ഈ ഡെസ്റ്റിനേഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിന്, അല്ലേ, പുതിയ വെള്ളച്ചാട്ടങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള വെള്ളച്ചാട്ടങ്ങൾ തന്നെയാണ്. അങ്ങനെയൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ചീയപ്പാറ, ഈ ഫെസ്റ്റൊക്കെ അടിമാലി തുടങ്ങിയതിന് ശേഷം ചീയപ്പാറയൊക്കെ ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ചീയപ്പാറയുണ്ട്, വെള്ളം വരുന്നുണ്ട്, അല്ലേ, വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പക്ഷെ ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഒരു സ്വാഭാവികമാണ്. പക്ഷെ ഇപ്പം അവിടെ വന്ന് കൂടുന്ന ആളുകൾക്ക് കണക്കില്ല എന്ന് പറയുന്നത് പോലെ ചില പ്രദേശങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയും, അല്ലേ. അപ്പം അത് കൊണ്ടുവരാൻ കഴിയും. മറ്റെന്തെങ്കിലും അങ്ങയുടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മാലിന്യ സംസ്കരണമാണ്. ഇപ്പം അടിമാലിയിൽ മാലിന്യ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു സംസ്കരണ കേന്ദ്രം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം മുടങ്ങി കിടക്കുകയാണ്. ഈ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ പച്ചപ്പട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മാലിന്യങ്ങൾ ശേഖരിക്കുകയും ഡംപ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇത് സംസ്കരിച്ചെടുക്കാനുള്ള ഒരു പ്ലാന്റ് പലയിടത്തും ഇല്ല. അതങ്ങനെയൊക്കെ അറിയാലോ. അപ്പം അതിന് വലിയ മുൻതൂക്കം കൊടുക്കണം. അങ്ങ് പ്രതിനിധീകരിക്കുന്ന 3 പഞ്ചായത്തുകൾ, ഈ കൊന്നത്തടി, കഞ്ഞിക്കുഴി, വെള്ളത്തോൽ. അതിൽ മാത്രമല്ല മറ്റു പഞ്ചായത്തുകളിലൊക്കെ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർബന്ധമായിട്ടും കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അത് നിർബന്ധമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഈ മാലിന്യങ്ങൾ വല്ലാതെ ഡംപ് ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ജൈവ മാലിന്യവും അജൈവ മാലിന്യം ഇത് രണ്ടുമായിട്ട് അങ്ങനെയൊക്കെ തിരിക്കാൻ കഴിയും, കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള ജോലികൾ സത്യത്തിൽ ഇപ്പോൾ ഈ ഫ്ലഡ് വരുന്നു, മഴക്കാലം ഒന്ന് വരുമ്പോഴേക്കും നമുക്ക് ആദ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന് ഒരുപക്ഷെ ചെയ്യാൻ പറ്റും. നമ്മളൊരിക്കൽ അനുഭവിച്ചാണ്. ആ പ്രളയം വന്ന കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വലിയ ബുദ്ധിമുട്ടിൽ പെടുന്നതും അതിനുശേഷം ചെറുതോണിയിൽ പാലം പുതിയതായി നിർമ്മിക്കുന്നതും ഒക്കെ അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടതാണ്, അല്ലേ. അത് അതുപോലെയുള്ള വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ജില്ലാ പഞ്ചായത്തിന് കഴിയും. അതുപോലെ ചരിത്രപരം നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊലുമ്പൻ സ്മാരകവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ,
അതുപോലെ നമ്മുടെ ഇടുക്കിക്ക് പ്രത്യേക ഒരു ചരിത്ര ഇല്ലെന്നൊക്കെ ആളുകൾ പറഞ്ഞാലും നമുക്ക് സംഘകാലം തൊട്ടുള്ള ചരിത്രമുണ്ട് ഇടുക്കിക്ക്. ആ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇടുക്കിയുടെ സംസ്കാരത്തെ തേടി പിടിച്ച് ചെയ്യാൻ കഴിയും. അതൊക്കെ അങ്ങയുടെ മനസ്സിലുണ്ടാവണം അല്ലേ? തീർച്ചയായിട്ടും. മറ്റൊന്ന്, പൊതുവെ UDFന് ഞാൻ ആദ്യം അങ്ങയോട് പേഴ്സണലായിട്ടുള്ള ഇതിൽ പറഞ്ഞായിരുന്നു, UDFകാർക്ക് പൊതുവെ സാംസ്കാരിക പരിപാടിയോട് ഒരു താല്പര്യമില്ല. ഇത് രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്ന പാർട്ടിയാണ് അല്ലേ? അതുപോലെ തന്നെ നെഹ്റു ഉണ്ടായിരുന്ന പാർട്ടിയാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരു കേവല രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ലല്ലോ, അദ്ദേഹം ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനായിരുന്നു. 12ഓളം പ്രമുഖ കൃതികളുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന സാഹിത്യം ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയുന്ന ആളുകൾ ഇംഗ്ലീഷുകാർ പോലും ഇല്ലായിരുന്നു. അവർ വല്ലാതെ വിസ്മയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്ത് കണ്ട്. അദ്ദേഹമാണ് ഇവിടെ സാഹിത്യ അക്കാദമി സ്ഥാപിച്ചത് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും. കേന്ദ്ര സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, നാടക അക്കാദമി ഒക്കെ സ്ഥാപിച്ചത് നെഹ്റുവിൻ്റെ കാലത്താണ്. അപ്പോൾ ഇത് സരോജിനി നായിഡു ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നത്. പിന്നെന്താണ് സാംസ്കാരിക പരിപാടിയോട് ഈ പാർട്ടിക്ക് ചില വിമുഖത? സാംസ്കാരിക പരിപാടി പാർട്ടിക്ക് വിമുഖതയൊന്നും എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാർക്കാണ് അത്, ചില വ്യക്തികൾക്കുണ്ടാവാം. പക്ഷേ ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് തോന്നലുണ്ടോ അങ്ങേക്ക്? അല്ല, തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ് ഇല്ലേ? സാറിനെ പോലെയുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതലായി കടന്നു വന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അഭിപ്രായമായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ നല്ല പ്രോത്സാഹനവും സപ്പോർട്ടും അതിനുണ്ടാവും. ജില്ലാ പഞ്ചായത്തിന് അതിനകത്തൊരു സ്പേസ് ഉണ്ടാവണം എന്നാണ് ഞാൻ അങ്ങോട്ട് സൂചിപ്പിക്കുന്നത്. ആ സ്പേസ് അഥവാ ഉണ്ടെങ്കിൽ ഉള്ള സ്പേസിനെ എടുത്ത് കളയാതെ തീർച്ചയായിട്ടും ആ സ്പേസ് വിനിയോഗിക്കാൻ കഴിയും. കാരണം ഈ ജില്ലയിൽ ഒത്തിരി സാംസ്കാരിക പ്രവർത്തകരുണ്ട്. അത് കോൺഗ്രസ്സുകാരായിരിക്കണം നിർബന്ധമൊന്നും വേണ്ടല്ലോ, ഇല്ലേ? അവരേത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും ആവട്ടെ. പക്ഷെ അവർക്ക് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ അവർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് ഒത്തുകൂടാനും സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാരെ മാനിക്കാനും ഒക്കെ അവർക്ക് സ്പേസ് ഉണ്ടാവണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്ക് ആലോചിക്കാം ഇല്ലേ? അതും അങ്ങയുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ ഇതുമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ അങ്ങേക്ക് വരാൻ പോകുന്ന ചാർജ് ഇനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആണോ എന്ന് നമുക്ക് പറയാനാവില്ല. ഇത് ഏതാണെങ്കിലും ആവട്ടെ, അത് കിട്ടുമ്പോൾ അറിയാനൊക്കെ. അപ്പോൾ ഈ കിട്ടുന്ന വകുപ്പ് ഏതാണെങ്കിൽ പോലും ആ വകുപ്പിൽ ഇപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന് ഹൈസ്കൂളുകളെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് അല്ലേ? അങ്ങയുടെ വാർഡിൽ തന്നെ ഒട്ടേറെ സ്കൂളുകളുണ്ട്. കഞ്ഞിക്കുഴിയിലുണ്ട്, ഈ പണിക്കൻകുടി, മുനിയറ തൊട്ടിങ്ങ് പോകുന്ന ഹൈസ്കൂളുകൾ ധാരാളം കൊന്നത്തടി പഞ്ചായത്തിലുമുണ്ട്, പാറത്തോട്ടിലൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പോകുന്ന വെള്ളത്തോൾ പഞ്ചായത്ത് ഈ പറഞ്ഞ പ്രദേശങ്ങളിലും സ്കൂളുകളുണ്ട്. അപ്പോൾ ഈ സ്കൂളുകളിപ്പോൾ നമ്മുടെ കലാറുട്ടി ഗവൺമെൻറ് ഹൈസ്കൂളൊക്കെ ഇതിൽപ്പെടും, അങ്ങയുടെ വാർഡിൽപ്പെടും. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരുന്ന NSS ക്യാമ്പ് NSS ക്യാമ്പുണ്ട്. അപ്പോൾ ഇത്തരം ഇപ്പം ക്യാമ്പുകളുടെ ഒരു സമയമാണ്, NSS നാഷണൽ സർവീസ് സ്കീമിൻ്റെ ക്യാമ്പുകളുടെ ഒരു സമയമാണ്. അപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സ്കൂളുകളിലൊക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതികൾ ജനകീയമായി നടപ്പാക്കപ്പെടുന്നുണ്ടോ? ആ സ്കൂളുകളിൽ PTA സജീവമാണോ? ആ PTAക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാക്കും? അങ്ങനെയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്തെല്ലാം ചെയ്യാനാകും? അതങ്ങയുടെ ശ്രദ്ധയിലേക്ക് വരുമല്ലോ അല്ലേ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായാലും തീർച്ചയായിട്ടും അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. മറ്റൊരു കാര്യം ഞാൻ അങ്ങയോട് സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ അഗതികൾ, അനാഥരായ ആളുകൾ, ഈ മേഴ്സി ഹോം പോലുള്ള ആളുകൾ, ഒത്തിരി അനാഥ മന്ദിരങ്ങളുണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അവിടെയൊക്കെ ഈ യാതൊരു ഗതിയുമില്ലാത്ത ആളുകൾ, അവരെയാണല്ലോ നമ്മൾ അനാഥരെന്ന് വിളിക്കുന്നത്, അഗതികൾ എന്ന് അവരെ വിളിക്കുന്നത്. അവരവിടെ താമസിക്കുന്നുണ്ട്. അവരെ രോഗം കൊണ്ട് ബുദ്ധിമുട്ട്, മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട്, ഭക്ഷണമില്ലാത്ത പ്രശ്നങ്ങൾ എല്ലാം ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ജില്ലാ പഞ്ചായത്തിന് കെട്ടിടങ്ങൾ പണിത് കൊടുക്കാനും ഭക്ഷണം എത്തിക്കാനും ഒക്കെ ചില പദ്ധതികൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതും അങ്ങയുടെ ശ്രദ്ധയിൽ തീർച്ചയായിട്ടും അല്ലേ? വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ഒന്നുണ്ടാവണം. പുതിയ പദ്ധതികൾ വരുമ്പോൾ അത് കുട്ടികൾക്ക് എങ്ങനെ ഗുണപ്രദമായി, അതുപോലെ കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ ഗവൺമെൻറ് നേരിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, എന്നാൽ പോലും ജില്ലാ പഞ്ചായത്തിന് ചില പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ഹെഡ് മാസ്റ്റർമാരെ വിളിച്ച് ഡയറ്റിൻ്റെ നേതൃത്വത്തിലോ DDയുടെ നേതൃത്വത്തിലോ ഒക്കെ ഈ ജില്ലാ പഞ്ചായത്താണ് അതൊക്കെ ചെയ്യുന്നത്. ചെയ്തിട്ട് പുതിയ നിർദ്ദേശങ്ങൾ, പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള ഇതെന്ന് വെച്ചാൽ പുതിയ ഭരണസമിതി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ വരണം. അതെ, ഇല്ലേ? തീർച്ചയായിട്ടും. ഒഴുക്കിനൊത്ത് നീന്തുക എന്നതിനപ്പുറത്ത് അങ്ങേക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അല്ല, വേറെ പ്രത്യേകിച്ചല്ല. നമ്മൾ ഇപ്പോൾ ഡിവിഷനിൽ പുതിയൊരു ആദ്യമായിട്ടുള്ള ജനപ്രതിനിധിയാണ്. ഞാനത് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി
അതിൻ്റെ ജനങ്ങൾക്ക് പരമാവധി ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവസാനമായി ആരോഗ്യ രംഗത്തേക്ക് ഒരു മെഡിക്കൽ കോളേജ് നമുക്കുണ്ട്. ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ പൈനാവിൽ നടക്കുന്ന അവിടെ ഒരു ജില്ല അലോപ്പതിയുടെ മാത്രമല്ല, അവിടുത്തെ മെഡിക്കൽ കോളേജ് എന്ന് മാത്രം മറ്റടുത്തൊരു നമുക്കൊരു ആയുർവേദ മെഡിക്കൽ കോളേജ് ഉണ്ട് ഇല്ലേ? മെഡിക്കൽ കോളേജ് അല്ലെന്ന് തോന്നുന്നു, ആയുർവേദ ജില്ലാ ആശുപത്രി ഉണ്ട്. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാൻ ഈയിടെ അവിടെ ഒന്ന് പോയിരുന്നു. അവിടെ പോയപ്പോഴാണ് അവിടെ ഒത്തിരി ആളുകളുണ്ട്, എല്ലാ ബെഡും ഫില്ലാണ്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ഈ 2 മെഡിക്കൽ കോളേജ് ആണെങ്കിൽ വേണ്ടത്ര ബാലാരിഷ്ടത പിന്നിട്ടിട്ടില്ല. അവിടെ അങ്ങേക്ക് ഇടപെടാനുള്ള അവസരമുണ്ട്. ആയുർവേദ ആശുപത്രിയിൽ ഇടപെടാനുള്ള അവസരമുണ്ട്. എന്തിന് അങ്ങയുടെ ഡിവിഷൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്ന ആണ് നമ്മുടെ താലൂക്ക് ആശുപത്രി. താലൂക്ക് ആശുപത്രിയിൽ പരിഹരിക്കപ്പെടേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇല്ലേ? ആ കാര്യം ബ്ലോക്ക് പഞ്ചായത്തിന് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിനും ചെയ്യാനുണ്ട് ഒത്തിരി. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഇവിടെ 50 ലക്ഷം രൂപ മുടക്കി എന്തോ ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങയുടെ മനസ്സിൽ വേണം അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ടൂറിസം രംഗത്ത്, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളിൽ, ഈ കുടിവെള്ള രംഗത്ത്, ഗതാഗത രംഗത്തൊക്കെ അങ്ങേക്ക് ചെയ്യാൻ കഴിയും അല്ലേ? അങ്ങനെയുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് അങ്ങിൽ നിന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. സമയം അവസാനിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ വരികയും ഞങ്ങളോടൊത്ത് ഈ വികസന സ്വപ്നങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തത്. ചർച്ച അവസാനിക്കുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതുമായ വിഷയങ്ങൾ നിരവധിയാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് ഏതെല്ലാം പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും? വരുന്ന 5 വർഷക്കാലം കൊണ്ട് എന്തെല്ലാം വികസനങ്ങളാണ് തൻ്റെ വാർഡിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുക? പുതിയതാർന്ന നവീനമായ ചില പദ്ധതികൾ. ജനങ്ങൾക്ക് പ്രതീക്ഷ ഏറെയാണ്. വരും കാലങ്ങളിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അവരോടൊപ്പം നിൽക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികൾക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.